മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഡോക്ടർ വന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വേണമെങ്കിൽ വൈകിച്ച് ഡിസ്ചാർജ് ചെയ്യാം, ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഹോം നേഴ്സ് സ്വന്തമായിട്ടൊക്കെ ഉള്ളവരല്ലേ, അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയാലും നന്നായിട്ട് നോക്കുമല്ലോ എന്ന് പറയാണ്. ഇവിടെ വെറുതെ ഹോസ്പിറ്റലിൽ കിടക്കണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാമല്ലോ എന്ന് ഡോക്ടറാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ സ്വന്തം വീടാകുമ്പം അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഞാൻ വായിച്ചെടുത്ത് സംസാരിക്കട്ടെ, എന്നിട്ട് ഡോക്ടറിനെ അറിയിക്കാം എന്ന് പറയാണ്. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, അത് മതി, പേഷ്യൻ്റുമായിട്ട് സംസാരിച്ചിട്ട് അറിയിച്ചാൽ മതിയെന്ന് ഡോക്ടറും പറയുന്നുണ്ട്. ഡോക്ടർ അങ്ങ് പോവുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ആലോചിക്കുകയാണ്. അപ്പോൾ സുലോചന വന്നിട്ട് പറയാണ്, എന്തായാലും ബാലേട്ടൻ ഒന്നും കൂടെ ചേച്ചിട്ട് സംസാരിക്കും, ഇവിടെ കിടക്കണമെന്ന് വാശി പിടിച്ചിരിക്കേണ്ട, വീട്ടിലേക്ക് പോകാമെന്ന് ബാലേട്ടൻ പറഞ്ഞാൽ ചിലപ്പം ചേച്ചി കേൾക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവൾ ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത്, ഞാനെങ്ങും പറഞ്ഞാൽ കേൾക്കത്തില്ല, പിന്നെ ഒന്നും കൂടെ സംസാരിച്ച് നോക്കാം എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഈ സമയത്താണെങ്കിൽ രോഹിത്താണെങ്കിൽ വീട് തപ്പി എത്തുകയാണ്. അകത്ത് ചെല്ലുന്ന രോഹിത്താണെങ്കിൽ കിച്ചണിലാണെങ്കിൽ ബിയറും സ്നാക്സും കഴിക്കാനുള്ള ഫുഡും ഒക്കെ ഇരിക്കുന്ന കാണുകയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, നീ ഒരു ബിയർ എടുത്ത് കുടിക്കുക എന്ന് പറയുന്നുണ്ട്. രോഹിത്തിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും കൂട്ടുകാരുടെ കൂടെ കൂടി ബിയറൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട് രോഹിത്തും. സമയത്താണെങ്കിൽ ഹരിയും ശരണ്യയും കൂടെ വരികയാണ്. വരുന്ന വഴിക്ക് ശരണ്യ പറയുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, വെള്ളം ഉണ്ടോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹരിയാണെങ്കിൽ മയക്കുപൊടി കലക്കിയ വെള്ളം കുപ്പിയെടുത്ത് ശരണ്യയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ശരണ്യയാണെങ്കിൽ ഒന്നും അറിയാതെ എടുത്ത് കുടിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഹരിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരണ്യ പറയാണ്, ആകപ്പാടെ തലയ്ക്കൊരു വല്ലാത്ത പോലെ, തല കറങ്ങുന്ന പോലെ തോന്നുന്നു എന്ന് പറയാണ്. അപ്പോൾ ഹരി പറയാണ്, അത് നിനക്ക് തോന്നുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം ശരണ്യ വിചാരിക്കുന്നത് അത് തോന്നുന്നതാണെന്ന്. അങ്ങനെ ഹരിയും ശരണ്യയും കൂടെ നേരെ ആ വീട്ടിലേക്ക് വരികയാണ്. വെള്ളം നല്ലോണം കുടിച്ചതുകൊണ്ട് തന്നെ ശരണ്യ പകുതി അബോധാവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ ഹരിയായിട്ട് നേരെ ആ വീട്ടിലേക്ക് വന്നിറങ്ങാണ്. പുറത്തിറങ്ങുമ്പോഴേ ശരണ്യ ഇങ്ങനെ ആടിയാണ് നിൽക്കുന്നത്. ഹരിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. പുറത്തിറങ്ങിയ ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് ആകപ്പാടെ ഒരു തലകറക്കം പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയാണ്, അത് കുഴപ്പമൊന്നുമില്ല, ബാ നമ്മളെന്തായാലും വീട്ടിലെത്തിയല്ലോ, അകത്തേക്ക് കയറാം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയും കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പം അകത്ത് കൂട്ടുകാരൊക്കെ അങ്ങ് മാറി നിൽക്കുകയാണ്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അകത്ത് കയറുന്ന ശരണ്യയാണെങ്കിൽ കൊണ്ടുവന്ന് സെറ്റിയിൽ എത്തുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട് ഹരിയടുത്ത്, എനിക്ക് ആകപ്പാടെ വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും ജ്യൂസ് എടുത്താണെങ്കിൽ ഹരി കൊടുക്കുന്നുണ്ട്. ഹരിയാണെങ്കിൽ പറയാണ്, ഇത് കുടിച്ചോ, ഇത് കുടിക്കുമ്പോൾ അതങ്ങ് മാറും എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും ആ ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോൾ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് ശരണ്യ. ാണെങ്കിൽ ബിയറെല്ലാം കൂടെ എടുത്ത് കുടിച്ച് പാട്ടും കൂടെ കേട്ടപ്പോഴത്തേക്ക് തലക്ക് ആകപ്പാടെ ബോധമില്ലാത്തവടാണ് രോഹിത്ത് നിൽക്കുന്നത്. ശരണ്യ പറയാണ്, ഹരിയേട്ടാ എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹരി പറയാണ്, എന്നെങ്കിലേ നീ അകത്ത റൂമിൽ പോയി കിടക്ക് എന്ന് പറയാണ്. അങ്ങനെ ശരണ്യ ആണെങ്കിൽ അവിടെ നിന്ന് എണീക്കാൻ പോലും വയ്യാതെ നിൽക്കുകയാണ് ശരണ്യയെ പിടിച്ചുകൊണ്ട് ഹരി അകത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഒളിച്ചിരിക്കുന്ന കൂട്ടുകാരെ നോക്കി ഹരിയാണെങ്കിൽ പ്ലാനെല്ലാം ഓക്കെ ആയെന്ന് ഇങ്ങനെ കൈ കാണിക്കുകയാണ്. അങ്ങനെ ഹരിയാണെങ്കിൽ ശരണ്യയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതിനാണെങ്കിൽ ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. സമയത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ ബാലേന്ദ്രൻ വീണ്ടും വൈകിയെടുത്ത് വരികയാണ് സംസാരിക്കാൻ. വീട്ടിലേക്ക് പോകാം എന്ന കാര്യം പറയാൻ വീണ്ടും വരുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, ഡോക്ടർ എന്നോട് ഇപ്പോഴും വന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാം, വീട്ടിൽ നന്നായിട്ട് കെയർ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ വൈദ്യ പറയാണ്, ഞാൻ മുമ്പേ വന്നപ്പം പറഞ്ഞല്ലോ, പറ്റത്തില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്കൊരു വീട് ശരിയായാലേ ഞാൻ വരുത്തോളൂ എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വന്ന് ചോദിക്കുന്നത്. ഞാനൊരു വീട് ശരിയാക്കാൻ ബബിതയും രോഹിത്തും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയ പുതിയ വീട്ടിലേക്ക് പോകത്തുള്ളൂ, എൻ്റെ കൂടെ എൻ്റെ മക്കളും കാണും എന്ന് പറയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുന്നിടത്ത് അവർ വരുമെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് വൈജ പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, നീ വിളിച്ചാൽ അവർ വരുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്, നീ അവിടെ വന്ന് താമസിക്കുക, അപ്പോൾ അതൊക്കെ കൊണ്ട് നിനക്ക് പുതിയ വീട്ടിലേക്ക് മാറാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയാണ്, അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അങ്ങ് നേരെ കടപ്പാട്ടൂർ കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ എൻ്റെ കൈയും കാലും കൊണ്ടല്ല തീരുമാനം എടുക്കുന്നത്, എൻ്റെ തല കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ എൻ്റെ തീരുമാനം പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല എന്ന് വൈജ ഭയങ്കര വാശിയോടെ പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എന്ത് പറഞ്ഞാലും നിനക്ക് വാശി തന്നെ, ഡോക്ടർ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ, ഡോക്ടർ വീട്ടിൽ പോകാൻ പറഞ്ഞു, പിന്നെ ഇവിടെ കിടക്കണ്ട എന്ന് വെച്ച് വന്ന് പറഞ്ഞതാ. വൈജ പറയാണ്, ആരും എൻ്റെ കാര്യം തിരക്കണ്ട, എത്ര ദിവസം കിടക്കണ്ട വന്നാലും അതിനുള്ള ബില്ല് ഞാൻ അടയ്ക്കും, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രോഹിത്തെയും ബബിതയും കൊണ്ട് ഞാൻ എൻ്റെ പുതിയ വീട്ടിലോട്ട് പോകും, എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ.
കൃഷ്ണനെ മാത്രമേ ഉള്ളതിൽ നിങ്ങൾ പിടിച്ചു വെച്ചേക്കുന്നത്. അവൾ ഇപ്പോഴും അലീന ചേച്ചിയും അച്ഛനും എന്ന് പറഞ്ഞ് നടക്കുകയില്ലേ. അപ്പം അവൾ വരത്തില്ലായിരിക്കും, എന്നാലും ഭബ്ദിയും രോഹിത്തും ഞാൻ പറയുന്നത് തന്നെ കേൾക്കും എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഈ പറയുന്നത് കേൾക്കും, പക്ഷേ രണ്ടിൻ്റെ പോക്ക് അത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത് എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ വൈജ പറയാണ്, ഓ നിങ്ങൾക്കാണെങ്കിൽ അവർ രണ്ടുപേരെയും പണ്ടേ കുറ്റപ്പെടുത്തൽ കൂടുതലാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും അവരുടെ പോക്ക് അത്ര ശരിയല്ലെന്ന്. അലീനെ പൊക്കി പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ നിങ്ങൾക്ക് നല്ലവരാണെന്ന് എനിക്കറിയാം. ബാലേന്ദ്രൻ പറയാണ്, എന്ത് പറഞ്ഞിട്ട് നിനക്ക് കാര്യമില്ല, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയാണ് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോവാണ്. അപ്പം വൈജയാണെങ്കിൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളൊരു വാശി തന്നെ നിൽക്കുകയാണ്. മക്കളാണെങ്കിൽ നാശത്തിലേക്ക് പോകുന്നതൊന്നും അറിയാം. അഹങ്കാരിയായ വൈജ ഓരോ തീരുമാനം അങ്ങ് എടുക്കുവാണ്.